Hi dears, welcome back to Arcanics. മക്കളെ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും അതേപോലെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ടോപ്പിക്കാണ് ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ്. അപ്പൊ എങ്ങനെയാണ് ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസ്, ആൽക്കീൻസിനെ ഓസോണോളിസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് നമുക്ക് എളുപ്പം എഴുതാൻ എങ്ങനെ കഴിയും, അതിന്റെ ട്രിക്കാണ് സാർ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. റെഡിയാണ്? സോ ഞാനൊരു ആൽക്കീൻ എഴുതാം. CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇതൊരു ആൽക്കീൻ ആണ് അല്ലെ? ഈ ആൽക്കീന്റെ ഓസോണോളിസിസ് പ്രോഡക്റ്റ് എഴുതാൻ പോവുക. അതിന് ചെയ്യേണ്ടത് ഓസോണോളിസിസ് എന്നാൽ നിങ്ങൾക്ക് അറിയാം. ആദ്യ സ്റ്റെപ്പിൽ ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യും, വിൽ ഗെറ്റ് ആൻ അഡീഷൻ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് കോൾഡ് ഓസോണൈഡ്. ആൻഡ് ആ ഓസോണൈഡിനെ Zn⁻H2 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എഴുതാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ലീവ് ചെയ്യുക, എന്നിട്ട് ഇപ്പുറം ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. ഈ ഡബിൾ ബോണ്ടിൽ ഓക്സിജന് കൊടുക്കുക, ഇപ്പുറത്തും ഓക്സിജന് കൊടുക്കുക. അപ്പൊ ഒരു പ്രോഡക്റ്റ് ആരാണ്? CH3CHO എഥനാളാണ്, അല്ലെങ്കിൽ അസെറ്റാൽഡിഹൈഡ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആരാ? CH3CH2CHO. ആരാണ്? CH3CH2CHO. അപ്പൊ എഥനാളും പ്രൊപ്പനാളുമാണ് ഈ ആൽക്കീനെ ഓസോണോളിസിസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ വേറൊരു ആൽക്കീൻ ഏതാ നോക്കിക്കോ നിങ്ങൾ. ദാ CH3, എന്ത്? CH3CCH3. ഡബിൾ ബോണ്ട് CH2. ഈ ആൽക്കീൻ ഓസോണോളിസ് ചെയ്താൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുക പറയണം. ആദ്യം ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, then Zn⁻H2. എന്താ പ്രോഡക്റ്റ്? എന്താ? ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? സാർ എന്താ പറഞ്ഞേ? ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യണം. ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മുറിച്ചു, ഇപ്പുറം ഒരു ഓക്സിജൻ, അപ്പുറം ഒരു ഓക്സിജൻ. അപ്പൊ ഒരു പ്രോഡക്റ്റ് ആരാ? CH3COCH3. എന്താ അതിന്റെ പേര്? പ്രൊപ്പൻറ്റുഓൺ. അസെറ്റോൺ ആണ്, അസെറ്റോൺ. രണ്ടാമത്തെ ആള് CH2O. അതായത് CH2O കാണാനൊരു ലുക്കില്ലായിട്ടാ, നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇറ്റ് ഈസ് HCHO. ഫോമാൽഡിഹൈഡ് ആണ്. HCHO CH2O എഴുതിയത്. ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെഥനാൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെഥനാൾ. റെഡിയാണോ? ഫോമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെഥനാൾ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളോട് എന്റെ ചോദ്യം, ഈ ഒരു ആൽക്കീനെ, ഒരു ആൽക്കീനാണല്ലോ, സൈക്ലിക് ആണ്. ഇയാളെ നമ്മൾ ഓസോണോളിസിസ് ചെയ്താൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, O3, then Zn⁻H2O. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ IUPAC നെയിം ആണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണ്? ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ, ഡബിൾ ബോണ്ട് ഇങ്ങനെ മുറിയും. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 1, 2, 3 ബോണ്ടേ ഉള്ളൂ. അപ്പൊ ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടേക്ക് ഓക്സിജൻ ഇട്ട് ആൽഡിഹൈഡ് ആവും. എന്നാൽ ഇവിടെ 1, 2, 3, 4 ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ കാർബണിനോൾ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ഓക്സിജൻ ഇട്ടാൽ അത് കീറ്റോൺ ആവും. അപ്പൊ ഈ റിംഗ് അങ്ങ് ഓപ്പൺ ആവും, മൊത്തത്തിൽ ചെയിൻ ആയിട്ട് മാറും. 1, 2, 3, 4, 5, 6, 7 കാർബണുള്ള ചെയിൻ ആയിരിക്കും. അതിൽ ഈ കാർബണിനോൾ കീറ്റോ ഗ്രൂപ്പ് വരും, ഇവിടെ ആൽഡിഹൈഡ് വരും. ട്രൈ ചെയ്ത് നോക്കിയേ നിങ്ങള്. എന്നിട്ട് അതിന്റെ IUPAC നെയിം ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു ഓൾ.